കാസർഗോഡ് ജില്ലയിൽ ബേക്കൽ കോട്ട ഉൾപ്പെടെയുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ശുചീകരണം നടത്തുന്ന തൊഴിലാളികളുടെ മാസവേതനം മുടങ്ങിയിട്ട് 3 മാസം പിന്നിടുന്നു. ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നിയമിച്ച കുടുംബശ്രീ അംഗങ്ങൾക്കാണ് വേതനം മുടങ്ങിയത്. ദിവസവേതന അടിസ്ഥാനത്തിലുള്ള കൂലി മാസങ്ങളായി മുടങ്ങിയത് ശുചീകരണ തൊഴിലാളികളെ ദുരിതത്തിലാക്കുകയാണ്. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ട, പള്ളിക്കര ബീച്ച്, ചന്ദ്രഗിരി കോട്ട തുടങ്ങിയ ഇടങ്ങളിൽ ശുചീകരണം നടത്തുന്ന തൊഴിലാളികൾക്കാണ് മാസങ്ങളായി ശമ്പളം മുടങ്ങിയത്. 15,000 രൂപയാണ് മാസം തോറും ഇവർക്ക് ലഭിക്കേണ്ടത്. സാങ്കേതിക തടസ്സം പറഞ്ഞ് കഴിഞ്ഞ 3 മാസക്കാലത്തെ വേതനം കിട്ടാത്തത് ശുചീകരണം നടത്തുന്ന വനിതകളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു കൃത്യമായിട്ട് ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ടല്ലേ പണിയെടുക്കുന്നത്. നമ്മൾ ക്ലീനിങ്ങിന്റെ പണിയെടുക്കുന്നവരാണ്. അത്രയും നമ്മളെ പണി അത്രയും കുറച്ച് കഷ്ടം, ബീച്ചിലെല്ലാം ക്ലീൻ ചെയ്യുന്ന. അപ്പോൾ ആ പണിയെടുക്കുമ്പോൾ നമ്മൾ ശമ്പളം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഈ തുച്ഛമായ 13,500 നമ്മളെ ശമ്പളം. ഇപ്പോൾ അത് 15,000 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുച്ഛമായ ശമ്പളം വാങ്ങുന്ന നമുക്ക് കൃത്യമായിട്ട് ഈ ശമ്പളം കൂടെ കിട്ടാതിരിക്കുമ്പോൾ അതൊരു വലിയ പ്രയാസമാണ്. നമ്മൾ ഇതുകൊണ്ട് കുടുംബം നോക്കണം. അതായത് അസുഖം ബാധിച്ചാലും എല്ലാത്തിനും, കുട്ടികളുടെ കാര്യത്തിനായാലും ഈ പൈസ കൊണ്ട് നമുക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിലെ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 21 വനിതകളാണ് ശുചീകരണത്തിൽ ഏർപ്പെട്ടു വരുന്നത്. സഞ്ചാരികളുടെ തിരക്കനുഭവപ്പെടുന്ന ബേക്കൽ കോട്ട ഉൾപ്പെടെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള സമയങ്ങളിൽ ഇവർ വൃത്തിയാക്കുന്നു. മറ്റ് ആനുകൂല്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവർ തൊഴിലെടുക്കുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും ശേഖരിക്കൽ, പ്രദേശം ശുചീകരിക്കൽ എന്നിവയ്ക്ക് മാസവേതനം മുടങ്ങിയിട്ടും മുടക്കമില്ല. അമൃത ന്യൂസ്, കാസർഗോഡ്.